നിങ്ങൾക്ക് സിനിമ കാണാതിരിക്കാം. ഇനി കണ്ട പടത്തെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ഒരു സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയം സത്യസന്ധമല്ലെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മറ്റൊരു വസ്തുത കൂടി പറയാമെങ്കിൽ അത് പറയുകയും ചെയ്യാം. ഈ നാടിന് പുറത്തുള്ളവർ ഇവിടത്തെ സമാധാനം ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുത കൂടിയാണ്. കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് BBC നമ്മുടെ നാടിന്റെ ഭരണാധികാരികൾക്കെതിരെ ഒരു ആരോപണ ഡോക്യുമെന്ററിയുമായി മുന്നോട്ട് വന്നത്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് ചില ചൈനീസ് ചാരന്മാർ അതിന് പിന്തുണയുമായി വന്നിരുന്നു. BBC അത് ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ചെങ്കിലും ഇപ്പോൾ എമ്പുരാൻ സിനിമയിലൂടെ ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു. BBCക്കോ എമ്പുരാൻ എന്ന സിനിമ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്നവർക്കോ ഗോദ്രയിൽ നടന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടല്ല. അവർക്ക് വേണ്ടത് പണം മാത്രമാണ്. BBCയുടെ ജോർജ് സോറസിന്റെ ഹമാസ് ഭീകരവാദികളുടെ ചൈനീസ് മാവോവാദികളുടെ പണം. ഗോദ്രയിൽ എന്താണ് നടന്നതെന്ന് അറിയാതെ പോകരുത്. സബർമതി എക്സ്പ്രസിൽ ഉണ്ടായിരുന്നവർ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതല്ല. 2002 ഫെബ്രുവരിയിൽ ശ്രീരാമ ജന്മഭൂമിയിലെ പൂർണാഹുതി മഹായജ്ഞത്തിൽ പങ്കെടുക്കുന്നതിന് ആയിരക്കണക്കിന് രാമഭക്തർ ഗുജറാത്തിൽ നിന്ന് അയോധ്യയിലേക്ക് യാത്ര ചെയ്തിരുന്നു. ഫെബ്രുവരി 25-ന് നൂറുകണക്കിന് തീർത്ഥാടകർ അഹമ്മദാബാദിലേക്കുള്ള സബർമതി എക്സ്പ്രസിൽ മറ്റു യാത്രക്കാരോടൊപ്പം കയറി. 2002 ഫെബ്രുവരി 27-ന് രാവിലെ 7:43-ന് ട്രെയിൻ ഗോദ്രയിലെത്തി. ട്രെയിൻ സ്റ്റേഷൻ വിട്ട ഉടനെ ആരോ അപായച്ചങ്ങല വലിക്കുകയും ഇരുഭാഗത്തും മുസ്ലിം ചേരികളുള്ള സിഗ്നൽ പ്രദേശത്ത് ട്രെയിൻ നിർത്തുകയും ചെയ്തു. പകൽ പോലും ഒരു ഹിന്ദുവും പ്രവേശിക്കാൻ ധൈര്യം കാണിക്കാത്ത പ്രദേശമാണെന്നുകൂടി ഓർക്കണം. ലോക്കോ പൈലറ്റും ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും പറഞ്ഞതുപോലെ ട്രെയിനിനുള്ളിൽ നിന്ന് അനേകം തവണ അപായച്ചങ്ങല വലിക്കപ്പെട്ടിരുന്നു. ട്രെയിൻ നിർത്തിയപ്പോൾ 2000-ഓളം വരുന്ന മുസ്ലിം ജനക്കൂട്ടം ട്രെയിൻ ആക്രമിച്ചു. 4 കോച്ചുകൾക്ക് തീയിടുകയും കല്ലേറ് നടത്തുകയും ചെയ്തതിന്റെ ഫലമായി 27 സ്ത്രീകളും 10 കുട്ടികളും ഉൾപ്പെടെ 58 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കു പറ്റുകയും ചെയ്തു. ആക്രമികൾ ട്രെയിൻ ഗോദ്രയിൽ എത്തുന്നതിന് മുൻപ് തന്നെ പെട്രോൾ മുക്കിയ തുണികൾ വെച്ചിരുന്നതായി ഗുജറാത്തിലെ അസിസ്റ്റന്റ് DGP J മഹാപത്ര മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് സമൂഹത്തിൽ പടച്ചുവിട്ടത്. സമൂഹത്തെ ഒരു മുസ്ലിം വംശഹത്യയായി ചിത്രീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇവരുടെ വ്യാജ പ്രചരണം വിശ്വസിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ പോലും സംഭവത്തെ മുസ്ലിം കൂട്ടക്കൊല, വംശീയ ഉന്മൂലനം, ഭരണകൂട ഭീകരത തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചാണ് വിവരിച്ചത്. മാധ്യമങ്ങൾ സബർമതി എക്സ്പ്രസിന്റെ S6 കോച്ചിൽ ജീവനോടെ കൊല്ലപ്പെട്ട 58 ഹിന്ദുക്കളുടെ പേരുകൾ വെളിപ്പെടുത്തിയില്ല എന്ന കാര്യം വിശദീകരിക്കാൻ കഴിയാത്തതും മനുഷ്യയുക്തിക്ക് നിരക്കാത്തതാണ്. ട്രെയിൻ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരാതിരുന്നത്? ഇക്കാര്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ? അവർക്ക് ആവശ്യം ഇതൊരു മുസ്ലിം കൂട്ടക്കൊലയായി ചിത്രീകരിക്കുക എന്നതു മാത്രമാണ്. എമ്പുരാനും BBCക്കും ചൈനീസ് ചാരന്മാർക്കും ഹമാസിനും അത് തന്നെയാണ് ആവശ്യം.